വാക്കുകൾ കൊണ്ടുപോലും നിർബന്ധിക്കാൻ പാടില്ല എന്നിരിക്കെ ആയുധമെടുത്തുകൊണ്ട് ഒരാളെ മുസ്ലിമാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമുമായി യോജിക്കാത്ത കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇതേപോലെയുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായാൽ അതിന് മതവുമായി ബന്ധമില്ല, പൊതു മുസ്ലിമീങ്ങളുമായി അതിന് ബന്ധമില്ല, ഇസ്ലാമുമായോ ഖുർആനുമായോ പ്രവാചകനുമായോ അതിന് ബന്ധമില്ല. അത് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നിങ്ങൾ വീക്ഷിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ നമുക്കറിയാം ഹൈന്ദവ തീവ്രവാദികളുടെ സാന്നിധ്യം ഇന്ത്യയിലുണ്ട്, അനിഷേധ്യമായൊരു സത്യമാണത്. അതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, മുസ്ലിം നാമധാരികളായ തീവ്രവാദ വിഭാഗങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. ഓരോരുത്തരെയും പരസ്പരം ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ ശക്തികളും ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്സുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് തന്നെ അധികാരം ആഗ്രഹിക്കുന്ന ആളുകൾ, മറ്റു താല്പര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ, മതത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ രാഷ്ട്രീയമായ അജണ്ടകളുണ്ട്. ആ അജണ്ടകളുടെ ഭാഗമായി കൊണ്ടാണ് പലപ്പോഴും ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളും ഭീകരവാദ ആക്രമണങ്ങളും നടക്കുന്നത്. അതിന് എല്ലാ മതത്തിലും പെട്ട നാമധാരികളുടെ പങ്കതിലുണ്ടാകും എന്നത് അനിഷേധ്യമായൊരു സത്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ യഥാർത്ഥ മതങ്ങളെയോ ആ മതത്തിൻ്റെ അനുയായികളെയോ നാം അടച്ച് അധിക്ഷേപിക്കുകയോ അവരെ വെറുക്കുകയോ സമൂഹം മൊത്തത്തിൽ അവരെ വെറുക്കുന്ന രൂപത്തിലുള്ള എഴുത്തുകളും പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യത്തിലെ ഈ ജനങ്ങളുടെ ഐക്യത്തെ നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല. ഇസ്ലാം എന്ന സമാധാനത്തിൻ്റെ ശാന്തിയുടെ മതത്തെ നമ്മൾ മനസ്സിലാക്കണം. മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, മറ്റു നാടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ വീക്ഷിക്കുക, നിങ്ങളുടെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് വർത്തിക്കുന്നത്. കാലങ്ങളായി മുസ്ലിമീങ്ങളും അല്ലാത്തവരും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതിനപ്പുറത്ത് ഇതേപോലെയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പലരും പുറത്തേക്ക് തുപ്പുന്ന വിഷം അത് ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.